ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ റൂമൊക്കെ ആകെ വൃത്തികേടായിട്ട് കിടക്കണം. അപ്പോൾ എനിക്ക് അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ വൃത്തിയാക്കി ഒതുക്കി അടക്കി പതുക്കിയൊക്കെ വെക്കണം കേട്ടോ. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ സമയമൊന്നും നോക്കണില്ല. അപ്പോൾ 11:30 മണിയായിട്ടുണ്ട്, രാത്രിയാണ് കേട്ടോ. പക്ഷേ എനിക്ക് നാളെ എന്തായാലും പറ്റില്ല. നാളെ കുറച്ച് ക്ലാസ്സും കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നാളെ എന്തായാലും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടൈമിൽ തന്നെ ചെയ്യണത്. പ്ലസ് എൻ്റെ റൂമിൻ്റെ ഒരു റൂം ടൂറും കൂടി ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ട്. കാരണം ഞാനിപ്പോൾ എറണാകുളമാണ് നിൽക്കുന്നത്. ഇവിടെ ഹോം സ്റ്റേയിലാണ് താമസിക്കുന്നത്. സോ സിംഗിൾ റൂമാണ്. അപ്പോൾ എനിക്കിതൊക്കെ ഒന്ന് കാണിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ടില്ലറ്റക്കണം. അപ്പോൾ നമുക്ക് റൂം ക്ലീൻ ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് വേണം? നമുക്ക് ചൂല് വേണം. ചൂല് മാത്രം മതിയോ? പോരാ, നമുക്ക് മുറം കൂടി വേണം. സോ നമുക്കത് രണ്ടും എടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ എന്തായാലും ഫോൺ അങ്ങോട്ട് കൊണ്ടുപോകണില്ല, ഞാൻ എടുത്ത് ഇങ്ങോട്ട് വരാം. അതായിരിക്കും അതിൻ്റെ ഒരു ബ്യൂട്ടി. അതുകൊണ്ട് ചൂലേക്ക് വന്നിട്ടുണ്ട്, ചൂലും മുറയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ടില്ലറ്റക്കണം, നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. അയ്യോ, ചൂലെന്നാണ് തോന്നുന്നത് കൂടി. ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റൂമിൻ്റെ അവസ്ഥ ഒന്ന് കാണാം. റൂം കണ്ട് നിങ്ങൾ നെട്ടരുത്, കാരണം ഇതാണ് ഇപ്പോൾ റൂമിൻ്റെ അവസ്ഥ. ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഈ രാത്രി നേരാക്കാമെന്ന് വിചാരിച്ചത്. പല സാധനങ്ങളും ഇവിടെ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ പല സാധനങ്ങളും ഇവിടെ കാണാനായിട്ട് പറ്റും. ബട്ട് സൂക്ഷിച്ച് നോക്കണം കേട്ടോ. ആകെ അലമ്പായിട്ട് കിടക്കുകയാണ്. എല്ലാതും ടോട്ടലി ഫുൾ അലമ്പാണ്. ഇതൊക്കെ കണ്ടില്ലേ, ഇത് പൊട്ടാണ് കേട്ടോ. എൻ്റെ അടുത്തുനിന്ന് നനത്ത് വീണതാണ്. പിന്നെ ഷെൽഫൊക്കെ ആണെങ്കിലും ആകെ വൃത്തികെട്ട ഒരു രൂപത്തിലാണ്. അപ്പോൾ ഇവിടെ തുടങ്ങണമെന്ന് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. സോ നമുക്ക് ആദ്യം ബെഡിൽ തന്നെ തുടങ്ങാം. കാരണം ബെഡിലാണ് നല്ല രീതിക്ക് നമുക്ക് സാധനങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഇതെൻ്റെ കുപ്പിയാണ് കേട്ടോ. ഇതിനൊക്കെ പുതിയത് വാങ്ങിച്ചതാണ്. ഇത് ഇങ്ങനെ തന്നു വരും. വെള്ളമൊക്കെ കുടിക്കാനായിട്ട് നല്ലതാണ്. ഓട്സ് ആണ് കേട്ടോ കഴിച്ചത്. ഓട്സ് ആണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വെയിറ്റ് ഒന്ന് ജസ്റ്റ് കൂടാൻ വേണ്ടി ഞാൻ കഴിച്ച സാധനങ്ങളാണ് ഓട്സ്. അതേപോലെ പീനട്ട് ബട്ടർ, പ്രോട്ടീൻ പൗഡർ. ഇപ്പോൾ എനിക്കൊരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നതാണ്. ദെൻ നട്ട്സ്. എല്ലാ സാധനങ്ങളും ഇവിടെയും ഫുഡ് ഐറ്റംസ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഉറുമ്പുണ്ട് ബെഡിൽ. സോ പിന്നെ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. എനിക്ക് യാതൊരു രീതിയിലൊരു സുഖം ഇപ്പോൾ തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് യെസ്, ഉറുമ്പിനെ ഞാൻ എനിക്കിപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഉറുമ്പിനെ കാണാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഉറുമ്പൊക്കെ രാത്രി എന്നെ വന്ന് കടിക്കുണ്ടോ. ആകെ എനിക്ക് ബുദ്ധിമുട്ടാണ് വൃത്തിയില്ലാത്തതുകൊണ്ട്. നല്ല രീതിക്ക് ഉറുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ബെഡിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കുന്നില്ല. ബെഡ്ഷീറ്റ് അങ്ങോട്ട് മാറ്റാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ എന്നെ വീണ്ടും ഉറുമ്പ് കടിക്കും. അത് കംപ്ലീറ്റ്ലി മാറ്റണം. അങ്ങനെ അത് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പുതിയൊരു ബെഡ്ഷീറ്റ് വിരിക്കുന്നുണ്ട് കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചപ്പോൾ തന്നെ നല്ല രീതിക്കുള്ളൊരു വൃത്തിയും കാര്യങ്ങളൊക്കെ എനിക്ക് അവിടെ ഫീൽ ചെയ്തു. നല്ല സുഖം ഉണ്ടായിരുന്നു അന്ന് കിടക്കാൻ. അങ്ങനെ അതെ, നമ്മൾ സക്സസ്ഫുള്ളി ബെഡ് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് ഈ ഒരു പോർഷൻ വേണം വൃത്തിയാക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കിട്ടിയൊരു സാധനം കേട്ടോ. അപ്പോൾ എൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരുന്നില്ലേ കിട്ടിയത്. അങ്ങനെ നേരാക്കണേൻ്റെ ഇടയിൽ കിട്ടിയതാട്ടെൻ്റെ ഈ ഒരു ബൂട്ട്സ്. ഇത് ഒരുപാട് നാളായി വാങ്ങിച്ചിട്ട്, പക്ഷെ നല്ല ഭംഗിയില്ല. എല്ലാവരും കാണുന്ന എല്ലാവർക്കും നല്ല രസം എന്നൊക്കെ പറയാറുണ്ട്. ഈ തോർത്തിന് ഒന്നിനും ഉപയോഗിക്കാൻ പറ്റത്തില്ല കഴുകാതെ. സോ ഇതെന്തായാലും നമുക്ക് കഴുകണം. ഇപ്പം ഞാനിപ്പോൾ അടുത്ത് കഴുകിയത് 2 ആഴ്ച മുന്നേ കഴുകിയതാണ്. പക്ഷെ ഇത് പെട്ടെന്നാണ് എല്ലാം നാശമായി പോകുന്നത്. അങ്ങനെ പ്രശ്നമുണ്ട്. പിന്നെ ഞാൻ സ്റ്റുഡൻ്റാണ്, എനിക്ക് വലിയൊരു സമയമില്ല. ഇത് ഞാൻ ഒരുപാടായി തെരഞ്ഞ് നടന്ന എൻ്റെ ഒരു ഐഷോടെ പാലറ്റാണ്. ഞാൻ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ നോക്കാറുണ്ട്, പക്ഷെ കാണില്ല. അങ്ങനെ കിട്ടി ഒരുപാട് സാധനങ്ങൾ എൻ്റെ അത് കാണാതെയും പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ക്ലീനിങ് പരിപാടി. ബാഗ് തപ്പിയപ്പോൾ കിട്ടിയ സാധനങ്ങളാട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഈ പ്രാവശ്യം വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. എന്തായാലും ഞാൻ ഷോർട്ട് വീഡിയോസ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല ജ്വല്ലറിയും കാര്യങ്ങളൊക്കെയാണ്. സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ തിരഞ്ഞപ്പോൾ കിട്ടിയ അടുത്ത സാധനമാണ്. പുതിയത് വാങ്ങിയിട്ട് ഇറക്കി കേട്ടോ. ഇപ്പം ഇതായിരിക്കും ഞാൻ കുറച്ച് ദിവസത്തിന് യൂസ് ചെയ്യുക. കാരണം എൻ്റെ തോർത്തിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടതാണല്ലോ, അതിന് വാഷ് ചെയ്യാതെ എടുക്കാൻ പറ്റില്ല. സോ ഈ ഒരു ടർക്കിയായിട്ട് ഇത് ഞാൻ ജിമ്മിന് പോകുമ്പോൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടർക്കി യൂസ് ചെയ്യണം. അങ്ങനെ വാങ്ങിയതാണ്. അങ്ങനെ ഇനിയിപ്പോൾ ഷെൽഫ് വൃത്തിയാക്കാനാണ് വിചാരിക്കുന്നത്. കാരണം ഒന്നും തൊട്ട് ഒതുങ്ങണില്ല. മേ ബി ഷെൽഫ് ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഡ്രസ്സസൊക്കെ നന്നായി ഒതുങ്ങിയിരിക്കും. ആദ്യം ഇതൊക്കെ നമ്മൾ വലിച്ചിടണം. നിലത്തിടുന്നില്ല കേട്ടോ, നിലത്താകെ ഇടിക്കായിരിക്കും. സോ നിരപ്പെട്ടിക്കണം. നെക്സ്റ്റ് എൻ്റെ മേക്കപ്പും അതേപോലെ സ്കിൻ കെയറും ഇതൊക്കെ ഇരിക്കുന്നൊരു പോർഷൻ നല്ല രീതിയിൽ എനിക്ക് വൃത്തിയാക്കണമായിരുന്നു. അപ്പോൾ അതും വൃത്തിയാക്കി അങ്ങനെ ഒരുവിധം വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു ഭാഗത്തിൻ്റെ മേക്കപ്പ് ആൻഡ് സ്കിൻ കെയർ, പിന്നെ ഡ്രസ്സ്, പിന്നെ എൻ്റെ കുറച്ച് വേറെ ഡ്രസ്സൊക്കെ, ജ്വല്ലറീസ്, നോട്ട്സ്,
ഏറ്റവും താഴെയാണ് കോമഡി. മുട്ട വിരിക്കുന്നുണ്ടല്ലോ, മുട്ട, അതേപോലെ നീക്കപ്പഴം, മീൻസ് എൻ്റെ ജിം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ താഴത്തെ ഒരു ഷെൽഫിലാണ് വയ്ക്കാറ്. എനിക്ക് ഒരുപാട് സ്ഥലമുണ്ട്, ഞാൻ മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. പിന്നെ ഇതൊക്കെ നമുക്ക് വാഷ് ചെയ്യാനുള്ള തുണികളാണ് കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ല, ഇത്രയും വേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എപ്പോൾ റൂം നേരാക്കിയാലും ഇങ്ങനെയൊക്കെ വേസ്റ്റ് കിട്ടാറുണ്ട് കേട്ടോ. ഇതൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ നല്ല വൃത്തിയായിരുന്നു റൂം കാണാൻ. എന്താ നമ്മുടെ വാഷ് ചെയ്യാനുള്ള തുണികളൊക്കെ ഈ ഒരു പെട്ടിയിലോട്ട് മെല്ലെ മെല്ലെ എടുത്തിടുന്നുണ്ട്. ഇതിനിപ്പോൾ വാഷ് ചെയ്യില്ല, നാളെ രാവിലെയൊക്കെ നേരം എടുത്തിട്ട് വാഷ് ചെയ്യും. ഒരുപാടുണ്ട് കേട്ടോ, 1 മാസത്തോളം ഉള്ള തുണികളാണ്. പിന്നെ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ട് അതൊക്കെ വേസ്റ്റും കാര്യങ്ങളുമാണ്. ഇതൊക്കെ ഞാൻ എടുത്ത് എവിടെയോ വലിച്ചെറിഞ്ഞെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഏകദേശം ഒരു 2 മണി ആയിട്ടുണ്ട്, വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ കംപ്ലീറ്റ്ലി നല്ലപോലെ ഒന്നും വൃത്തിയാക്കാൻ നിന്നിട്ടില്ല. ഞാൻ അങ്ങനെ വൃത്തിയാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നൊന്നും തരുന്നുണ്ട്. അവിടെ ജസ്റ്റ് നല്ല രീതിയിൽ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ തറയൊക്കെ തുടക്കണം എന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ ഇനി അതിനുള്ള സമയമില്ല. 2 മണി ഇപ്പോൾ തന്നെ ആയി. ഞാൻ ഇപ്പോൾ കിടന്ന് വരുമ്പോൾ തന്നെ ഏകദേശം 2:30, 2:45 ആ ഒരു സമയമാവും. പിന്നെ നാളേക്ക് ക്ലാസ്സും ഉണ്ട്, ഷൂട്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് നേരത്തെ വരുന്നൊക്കെയുണ്ട്. സോ അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ. അതിന് മുമ്പ് ഞാൻ ഈ റൂം ഒന്ന് ജസ്റ്റ് കാണിച്ചു തരട്ടെ. ഇത് അങ്ങനെ ഡെക്കറേറ്റ് ഒന്നും ചെയ്തിട്ടില്ല, സാധാ എനിക്ക് നോർമൽ എങ്ങനെ കിട്ടിയത് അതേപോലത്തെ ഒരു റൂമാണ്. എന്നാലും ജസ്റ്റ് ഡോറ് തുറന്ന് വരുന്നത് ഈ റൂമിലോട്ടാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഒരു റൂമെന്ന് പറയുന്നത്. ഞാൻ ബാധയെ പറഞ്ഞു ഡെക്കറേറ്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് എങ്ങനെയാണ് ഈ റൂം കിട്ടിയത് അതേപോലെ തന്നെയാണ്. പക്ഷെ എനിക്ക് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തൊരു മേക്ക് ഓവറൊക്കെ കൊടുക്കണം എന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഒന്നും കൂടി ഒരു റൂം ടൂർ വീഡിയോ എടുക്കും. പിന്നെ ഇതെൻ്റെ ഒരു കേട്ടനാണ്. ഞാൻ വീഡിയോസൊക്കെ ഇവിടെ നിന്നാണ് അധികം എടുക്കാറ്. പക്ഷെ എനിക്ക് ഈ കേട്ടൻ ഇവിടെ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് മാറ്റണം എന്നുണ്ട്. കാരണം ഇവിടെ ഭയങ്കര അധികം വെളിച്ചമാണ്. ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് അറിയാത്തത്. മോർണിംഗ് ഭയങ്കര അധികം വെളിച്ചമാണ്, എനിക്ക് അതിഷ്ടമല്ല. പിന്നെ എൻ്റെ 2 ബാഗ്സ് അവിടെ തൂക്കിയിട്ടുണ്ട്. ദെൻ എൻ്റെ അലമാരോ നല്ല രീതിയിൽ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ദെൻ ഷൂസും കാര്യങ്ങളൊക്കെ ചെറിയൊരു റൂമാണ്, അത്ര വലിയ രീതിയിലുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും ഇല്ല. അപ്പോൾ ഞാനിവിടെ വളരെയധികം ഹാപ്പിയാണ് കേട്ടോ. ഈ ഷെയറിങ്ങിൽ ഞാൻ ഒട്ടും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. അങ്ങനെ ഞാൻ തപ്പി കണ്ടുപിടിച്ച ഒരു അക്കോമഡേഷനാണിത്. ഞാനിവിടെ വളരെയധികം ഹാപ്പിയാണ്. കണ്ടില്ലേ, ചെറിയ ബെഡാണ്, പക്ഷേ എനിക്ക് ഇഷ്ടമാണ്, കുഴപ്പമൊന്നുമില്ല. ഇതാണ് എൻ്റെ വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ, വേസ്റ്റ് ഇല്ല, അലക്കാനുള്ള തുണിയൊക്കെ ഇടുന്നതാണ് ഇവിടെ. അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ വൃത്തിയായി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ ആഫ്റ്റർ ആൻഡ് ബിഫോർ ഞാൻ ഇവിടെ കൊടുക്കട്ടെ. നിങ്ങൾ കണ്ടതല്ലേ ഞാൻ വൃത്തിയാക്കുന്നത്. എനിക്ക് നല്ല വൃത്തിയൊക്കെ ഉള്ള കൂട്ടത്തിലായിരുന്നു. പിന്നെ എപ്പോഴും ഇങ്ങനെ പറ്റിപ്പോയി. ഞാൻ എന്ന് വൃത്തിയാക്കുമ്പോഴും ഒരു ബക്കറ്റ് അധികം വേസ്റ്റ് എനിക്ക് കിട്ടുന്നത്. വേസ്റ്റ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്, നാളെ പോയി കൊണ്ടിടണം. അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ വീഡിയോ. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കൂടുതൽ കാണാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ. രാത്രി 2 മണി. അപ്പോൾ ഞാൻ ഉറങ്ങാൻ പോട്ടെ.